ലോക ഫുട്ബോളിന്റെ ആസ്ഥാനമായ ഫിഫയുടെ വേദിയിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് അത്യന്തം നാടകീയമായ രംഗങ്ങളാണ്. സമാധാനത്തിന്റെ വക്താവാകാൻ ശ്രമിച്ച ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റിനോയ്ക്ക് മുമ്പിൽ വച്ച് പലസ്തീൻ ഫുട്ബോൾ അസോസിയേഷൻ മേധാവി ജിബ്രിൽ റജൂബ് ഇസ്രായേൽ പ്രതിനിധിയുമായി ഹസ്തദാനം ചെയ്യാൻ വിസമ്മതിച്ചു. ഫുട്ബോളും രാഷ്ട്രീയവും കൂടിക്കലർന്ന ആ നിമിഷങ്ങളെക്കുറിച്ചും അതിന്റെ പിന്നിലെ വികാരങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് പരിശോധിക്കാം. കാനഡയിലെ വാൻകൂവറിൽ നടന്ന 76ാം ഫിഫ കോൺഗ്രസിലാണ് സംഭവം. തന്റെ 3ാം ടൈമിലേക്കുള്ള മത്സരം പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുമ്പ് ലോകത്തിനൊരു സമാധാന സന്ദേശം നൽകാനാണ് ഇൻഫാന്റിനോ ശ്രമിച്ചത്. ഇതിനായി പാലസ്തീൻ FA തലവൻ ജിബ്രിൽ റജൂബിനെയും ഇസ്രായേൽ പ്രതിനിധി ഷെയ്ഖ് സുലൈമാനെയും അദ്ദേഹം വേദിയിലേക്ക് ക്ഷണിച്ചു. അവർ ഒന്നിച്ചു നിന്ന് കൈകോർക്കുന്ന ഒരു ചിത്രം പകർത്തി സമാധാനത്തിന്റെ പുതിയ മുഖമാകാനായിരുന്നു ഇൻഫാന്റിനിയുടെ പദ്ധതി. എന്നാൽ വേദിയിലെത്തിയ ജിബ്രിൽ റജൂബ് ഹസ്തദാനം നിരസിക്കുക മാത്രമല്ല, ഇൻഫാന്റിനോയിൽ നിന്ന് അകന്നുമാറി നടക്കുകയും ചെയ്തു. ഇത് വേദിയിലുണ്ടായിരുന്നവരെയെല്ലാം അമ്പരപ്പിച്ചു. എന്തുകൊണ്ടാണ് ജിബ്രിൽ റജൂബ് അങ്ങനെ ചെയ്തത്? പാലസ്തീൻ FA വൈസ് പ്രസിഡന്റ് സൂസൻ ഷലാബി ഇതിന് വ്യക്തമായി മറുപടി നൽകുന്നുണ്ട്. ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയെയും ഫാസിസത്തെയും വെള്ളപൂശാൻ കൊണ്ടുവന്ന ഒരാൾക്ക് കൈകൊടുക്കാൻ എനിക്കാവില്ല. ഞങ്ങൾ അത്രയേറെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് റജൂബ് പറഞ്ഞത്. കായിക ലോകത്തിന് മുകളിൽ രാഷ്ട്രീയം വരാൻ പാടില്ല എന്ന് ഫിഫ പലപ്പോഴും പറയാറുണ്ടെങ്കിലും സ്വന്തം രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ മറന്നുകൊണ്ടൊരു സൗഹൃദ പ്രകടനത്തിന് പലസ്തീൻ തയ്യാറായില്ല. തങ്ങളുടെ മണ്ണിലെ ഫുട്ബോൾ താരങ്ങൾ പോലും കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ ഈ ഹസ്തദാനം ഒരു പ്രഹസനമായി അവർ കണക്കാക്കി. ആ നിമിഷം അല്പം അസ്വസ്ഥനായെങ്കിലും ഇൻഫാന്റിനോ നയതന്ത്രപരമായി സംസാരിച്ചു. നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം, കുട്ടികൾക്ക് പ്രതീക്ഷ നൽകാൻ ഫുട്ബോളിന് കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലോകത്തെ ഒന്നിപ്പിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്തമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഇതുകൂടാതെ ഇറാൻ 2026 ലോകകപ്പിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു. കാനഡയിലേക്കുള്ള പ്രവേശനാനുമതിയിൽ ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും ഫുട്ബോൾ ലോകത്തെ ഒന്നിപ്പിക്കണം എന്ന നിലപാടിൽ ഇൻഫാന്റിനോ ഉറച്ചു നിന്നു. ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഫിഫ ഒരു അസുഖം ബാധിച്ച സംഘടനയാണെന്നും ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ അവസാനിപ്പിക്കണമെന്നും ചിലർ വാദിക്കുന്നു. എന്നാൽ മറ്റു ചിലർ വിശ്വസിക്കുന്നത് കായിക വേദിയിലൂടെ സമാധാന ശ്രമങ്ങൾ തുടരണം എന്നാണ്. ഒരു വശത്ത് ഇസ്രായേലിനെ ഫുട്ബോളിൽ നിന്ന് വിലക്കണമെന്ന് പലസ്തീൻ ആവശ്യപ്പെടുമ്പോൾ മറുവശത്ത് ഫിഫ ആഗോള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിൽ സന്തുലിതാവസ്ഥ കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയാണ്. ഫുട്ബോൾ കേവലം ഒരു കളിയല്ല എന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. അതൊരു വികാരമാണ്, പ്രതിഷേധത്തിൻ്റെ ശബ്ദമാണ്. വാൻകൂവറിലെ ആ വേദിയിൽ ജിബ്രിൽ റജൂബ് ഹസ്തദാനം നിരസിച്ചപ്പോൾ അത് ലോകമെമ്പാടുമുള്ള പാലസ്തീൻ അനുകൂലികളുടെ ശബ്ദമായി മാറി. ഫുട്ബോൾ മൈതാനങ്ങൾ സമാധാനത്തിലേക്ക് വഴിവെക്കുമോ അതോ ഇത്തരം തർക്കങ്ങളിൽ തടച്ചിടുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം.